ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. നമുക്ക് ഒരു സ്പെഷ്യലായിട്ടൊരു മീൻ വറുത്ത തയ്യാറാക്കാം. നല്ല അരപ്പോട് കൂടി ഒട്ടും കരിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. നിറയെ അരപ്പുണ്ടാവും, നമുക്കത് കൂട്ടി ചോറിനാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരിക്കും. ആദ്യം നമുക്ക് മീനൊന്ന് മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് ഒന്നൊരു 10-20 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം മീനിനകത്ത് ഉപ്പും പുരട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും. നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ടതില്ല, ഉള്ളിയുടെയൊക്കെ വെള്ളം ഉണ്ടാവും. നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം. നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പുരട്ടി വെച്ച മീൻ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം തണുത്ത് കഴിയുമ്പം വീണ്ടും മറുവശം കൂടെ തിരിച്ചിടാം. അങ്ങനെ 2 വശവും നമ്മൾ തിരിച്ചിട്ട് നമ്മളിവിടെ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിയെല്ലാം അരച്ചെടുത്ത പേസ്റ്റിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് അരിപ്പൊടിയും, കുറച്ച് കായപ്പൊടിയും, നമ്മൾ കുറച്ച് നാരങ്ങ നീരും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമുക്ക് ഉപ്പ് ഇപ്പം ചേർത്തതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. എല്ലാം നല്ലപോലെ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനകത്ത് ഇതൊന്നും കൂടെ ഒരു കോട്ടിങ് കൂടെ പുരട്ടിയിട്ട് നമുക്കത് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം വീണ്ടും പൊരിച്ചെടുക്കണം. നമ്മുടെ മീൻ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ, അതിനകത്ത് നമുക്ക് ഈ കോട്ടിങ് കൂടെ നല്ലപോലെ പുരട്ടി വയ്ക്കാം. അത് ഒരു 5 മിനിറ്റ് നമുക്ക് പുരട്ടി വെച്ചതിന് ശേഷം വറുത്തെടുത്താൽ മതിയാവും. ഹോട്ടലിനൊക്കെ കിട്ടുമ്പോൾ മീൻ ഇങ്ങനെ നല്ല അരപ്പുണ്ടാവും, അത് കൂട്ടി ചോറിനാൻ വളരെ ടേസ്റ്റായിരിക്കും. നമുക്കിങ്ങനെ തണുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് അരപ്പെല്ലാം പുരട്ടിയെടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൽ നമ്മളിപ്പം അരച്ചെടുത്ത കൂട്ടും കൂടെ ചേർത്ത് നല്ലപോലെ അതും ഒരു 5 മിനിറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വയ്ക്കാം. നല്ലപോലെ കുറച്ചേറെ അരപ്പ് ചേർത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനിയും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5-10 മിനിറ്റോ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഒന്നും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം വീണ്ടും പൊരിക്കുമ്പോഴത്തേക്കും നമ്മൾ മീൻ നല്ല വെന്തിട്ടുണ്ടാവും. ആദ്യം പൊരിച്ച് ഷാലോ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ കുറച്ചേറെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് അരപ്പാദ്യം കരിയാതെ തന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ അരപ്പിൻ്റെ കൂട്ടിനൊക്കെ ഭയങ്കര ടേസ്റ്റാവും. മീനിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഒന്ന് നല്ലപോലെ തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ മീൻ വറുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒട്ടും കരിയാതെ തന്നെ, എന്നെങ്കിൽ നല്ലപോലെ മീൻ വെന്തിട്ടും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.